ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഞാൻ ഇന്ന് ഒരു കുക്കിംഗ് റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. അത് വേറെ ഒന്നുമല്ല, നമ്മളെന്താ പറയുക, നമ്മളെ വൈകുന്നേരത്തെ ഒരു 4 മണി പലഹാരം കാശിക്കുട്ടനും കാമലാട്ടിനും വേണ്ടിയിട്ട് ഒരു 4 മണി പലഹാരം ആക്കാൻ വിചാരിച്ചു. ഉള്ളിവാജിയും ചായയും. അപ്പോൾ ഇതാ നമുക്കൊന്ന് ഉള്ളിവാജ എങ്ങനെ ആക്കുന്നതെന്നൊന്ന് പെട്ടെന്ന് കണ്ടല്ലോ. നമ്മളെ കാസർഗോഡിന് ഉള്ളിവാജ എന്നാട്ടോ പറയാം, ഉള്ളിവട. അപ്പോൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആദ്യം നിന്ന് ഇതിന് വേണ്ടത് 3 സവാളയും 2 പച്ചമുളകും, ഒരു ചെറിയ പീസ് ഇഞ്ചിയും. അപ്പോൾ നമുക്ക് സവാള നന്നായിട്ട് നേരിയ സ്ലൈസ് ചോപ്പ് ചെയ്ത് എടുക്കാം. അത് കഴിഞ്ഞ് 2 പച്ചമുളകും ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് ആ സവാളയിലേക്ക് നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇഞ്ചിയും ഇതേപോലെ ചെറുതായി മുറിച്ചിട്ട് അതിലേക്ക് ആഡ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കറിവേപ്പില ഉണ്ടെങ്കിൽ അതും നന്നായി ചോപ്പ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി അടുത്തതായി നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് മുളക് പൊടിയാണ്. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് എരിവൊന്നും ഉണ്ടാവില്ല, അപ്പോൾ അത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതൊക്കെ മുളക് പൊടിയും ഉപ്പും സവാളയും നന്നായി ഒന്ന് യോജിപ്പിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ ബെറ്റർ. അപ്പോൾ നന്നായി ഒന്ന് മസാലയൊക്കെ അതിലേക്ക് നന്നായി പിടിച്ച് വരും. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് സമയം ഇങ്ങനെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ടൈമായിട്ട് വെക്കണം. അത് അപ്പോൾ ആ സമയത്ത് ഉള്ളിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരാനുണ്ട്. അപ്പോൾ ഇതാ 5 മിനിറ്റ് ഞാൻ റെസ്റ്റിന് കൊടുത്ത ടൈമാണ് കേട്ടോ ഇത്. ഇപ്പോൾ ഇതാ ഉള്ളിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് റെസ്റ്റ് ചെയ്ത് വെച്ച ശേഷം. ഇത് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് കടലമാവാണ്. അപ്പോൾ ഇതാ ഈ കാണുന്ന ബൗളിൽ ഒരു 1/4 കപ്പ് കടലമാവ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ആഡ് ചെയ്യാമല്ലോ പറഞ്ഞാൽ ഞാൻ ആദ്യം കുറച്ചിട്ടിട്ട് ഒന്ന് മാവ് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കടലമാവും ചേർത്ത് സവാള ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ചിലപ്പം നല്ല കട്ടി ഉണ്ടെങ്കിൽ നമുക്ക് 2 ടീസ്പൂൺ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഞാൻ നന്നായി സവാളയും കടലമാവും മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 ടീസ്പൂൺ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ ഒരിക്കലും കൂടിപ്പോകരുത്. അപ്പോൾ കൂടിപ്പോയാൽ ചിലപ്പോൾ നമുക്ക് ആ കൺസിസ്റ്റൻസി റെഡി ആയിട്ട് കിട്ടുമെന്ന് വരില്ല. അപ്പം ഞാനിതാ വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം മിക്സ് ചെയ്തെടുത്ത് നമുക്ക് മാവ് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇത് ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് നേരെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കോക്കനട്ട് ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്കിതാ നമ്മളെ ഫിംഗർ കൊണ്ട് തന്നെ ചെറിയൊരു റൗണ്ടിലൊന്ന് പ്രസ് ചെയ്തെടുത്തിട്ട് നമുക്ക് നേരെ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതാ പാനിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞങ്ങളെ ഉള്ളിവട ഇങ്ങനെ സെറ്റായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താ ഇതിപ്പോൾ കുറച്ചൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കത് ഒരു തവ ഉപയോഗിച്ചിട്ട് ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഉള്ളിവടയ്ക്ക് ഇന്ന് വൈകുന്നേരം ചായ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു സൈഡിൽ ചായേൻ്റെ പരിപാടി ജസ്റ്റ് അങ്ങനെ നോക്കുന്നുണ്ട്, ഒരു സൈഡ് ഉള്ളിവട റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നല്ല മൊരിഞ്ഞ് റെഡിയായി കിട്ടിയിട്ടുണ്ട്, നല്ല അടിപൊളി ഉള്ളിവട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവും, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.